എറണാകുളത്ത് നടക്കുന്നത് UDF-LDF മത്സരമെന്ന് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്നും ഹൈബി ഈഡൻ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ നമ്മോടൊപ്പം ചേരുകയാണ്. അവസാന മണിക്കൂറുകളിലാണ്. എങ്ങനെയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള പ്രചാരണ പരിപാടി, ഇന്നലെ കൊട്ടിക്കലാശം, ഇന്നിപ്പോൾ ആളുകളെല്ലാം നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഒപ്പം തന്നെ പ്രതീക്ഷ? അല്ല, ഔദ്യോഗികമായ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികളൊക്കെ അവസാനിച്ചു. ഇപ്പോൾ പരമാവധി ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും വ്യക്തിപരമായ ചില സന്ദർശനങ്ങൾ, ഞങ്ങളുടെ ചില സഹപ്രവർത്തകർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, വ്യക്തിപരമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അനുഗ്രഹം നേടുക, നേരിട്ട് കാണുക. പക്ഷെ ചെല്ലുന്ന സ്ഥലത്തെല്ലാമുള്ള പബ്ലിക് റെസ്പോൺസ് നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വളരെ കൂടുതലാണ്. ജനം ഒരു സർക്കാർ വിരുദ്ധ നിലപാട് വളരെ ശക്തമായി പ്രകടിപ്പിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ചെല്ലുന്ന എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ ഉടനീളം, തീരദേശ മേഖലയിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് ആ ഫീഡ്ബാക്കാണ് ലഭിക്കുന്നത്. അത് വലിയ തോതിൽ വോട്ടുകളായി മാറും, വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലൊക്കെ തന്നെ പറയുന്നത് BJP UDF തമ്മിലുള്ള മത്സരം നടക്കുന്നു, അല്ല ചിലർ പറയുന്നു അത് LDF BJP ആയിട്ടുള്ള മത്സരം. ഈ എറണാകുളത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? എറണാകുളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ, ഇലക്ടോറൽ ഹിസ്റ്ററിയിൽ ഒരിക്കലും മറ്റൊരു ഇക്വേഷൻ വന്നിട്ടില്ലല്ലോ. കോൺഗ്രസും CPM-ഉം UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമാണ്. ആ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരത്തിൽ വ്യക്തമായ മേൽക്കൈയോടുകൂടി ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. P. രാജീവിനെ പോലെയുള്ള CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹത്തെയാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിലൊരു ആശങ്കയില്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം, ഒരു രീതിയിലും ലാഘവബുദ്ധിയോടുകൂടിയല്ല ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. താഴെ തട്ടിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 5 വർഷം ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നയങ്ങൾ എന്തുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമാണ്, ഒരു മതേതര സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്നതിൻ്റെ പ്രാധാന്യവും ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ജനം വളരെ കൃത്യമായി അവരുടെ രാഷ്ട്രീയം അനുസരിച്ച് കൃത്യമായി വിലയിരുത്താൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നാളെ ഒരു ദിവസം അതിനുവേണ്ടി ഈ കഠിനമായ ചൂടും മറികടന്ന് അവർ വന്ന് പൊള്ളുന്ന വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വേറെ ആരും പറയാത്ത രീതിയിൽ എൻ്റെ കൂടി ഒരു വിലയിരുത്തലാണ് നടത്താൻ പോകുന്നത്. വേറെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഹൈബി ഈഡൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായത്. അപ്പോൾ ആ നിലയ്ക്ക് അത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടാണ് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രതികരണം ശരിക്കും എങ്ങനെയായിരുന്നു? എന്താ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവരിടുന്നൊരു മാർക്ക് എങ്ങനെയായിരുന്നു? 2 കാര്യങ്ങളാണ്. ഒന്ന്, രാജ്യത്തിൻ്റെ രാഷ്ട്രീയം, കേന്ദ്രവിരുദ്ധ രാഷ്ട്രീയം, സംസ്ഥാനത്തെ രാഷ്ട്രീയം എല്ലാം ചർച്ച ചെയ്യപ്പെടും. അത് ഒരു ഫാക്റ്റാണ്. പക്ഷേ ഒരു ജനപ്രതിനിധിയായ 5 വർഷം ആളുകളെ സെർവ് ചെയ്തതിന് ശേഷം നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചൊരു സ്ഥലത്ത് എനിക്ക് അവരിൽ നിന്ന് ഒളിച്ചോടി പോകാൻ സാധിക്കില്ല. അത് എൻ്റെ വിലയിരുത്തലാകുമെന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കണം. കാരണം പാർലമെൻറ്റിൽ ഞാൻ എറണാകുളത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ടോ, ഞാൻ മണ്ഡലത്തിൽ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടോ? അപ്പോൾ ആ വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും അതിനും ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട്. ജനങ്ങൾ അതും വിലയിരുത്തണം എന്ന് പറയാനുള്ള കാരണം അത്രയും ആത്മവിശ്വാസത്തോടു കൂടി അവരിലേക്ക് എത്തി ചെല്ലാൻ കഴിഞ്ഞു. പാർലമെൻറ്റിന് ജോഗ്രാഫിക്കലി ഒരുപാട് പരിമിതികളുണ്ട്. ഒരു നിയമസഭാ മണ്ഡലം പോലെയല്ല, ഞാൻ 2 ആയിട്ടുള്ള ആളാണ്. പക്ഷേ എങ്കിലും അങ്ങനെ വിലയിരുത്തപ്പെടണം, എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും ജനങ്ങൾ എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. കാരണം ഇതിനു മുമ്പും ജനപ്രതിനിധികൾ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തികഞ്ഞ ബോധ്യത്തോടു കൂടി തന്നെയാണ് അത് പറഞ്ഞത്. ഒരു ഈസി വാക്ക് ഓവർ തന്നെയാണ് എറണാകുളം തനിക്ക് നൽകാൻ പോകുന്നത് എന്നുള്ളൊരു വിശ്വാസമാണോ ശരിക്കും? ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ തുടക്കം മുതൽ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പോലും വില കുറച്ച് കാണിച്ചപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റികളിൽ പറഞ്ഞത്, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എല്ലാ ബഹുമാനവും ആദരവും കൊടുത്തായിരിക്കണം ഈ സ്ഥാനാർത്ഥിയുടെ ക്യാമ്പയിൻ കൊണ്ടുപോകേണ്ടത്. ഒരു തരത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ ഒരു കമൻറ്റ് പോലും അവർക്കെതിരെ ഇടരുത്. ഒരു തരത്തിലും അവരെ ചെറുതാക്കിയോ കൊച്ചാക്കിയോ കാണിക്കരുത്. കാരണം അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. ആ ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷവും പോരാട്ടമാണ്. അതിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. ഹൈബി ഈഡൻ എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കൈപ്പത്തി എന്ന ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഞാൻ കൃത്യമായൊരു രാഷ്ട്രീയം, ഒരു ഈ രാജ്യത്തെ ഒരു വർഗീയ വിരുദ്ധ
രാഷ്ട്രീയത്തിനെതിരെ ഒരു മതേതര സർക്കാർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികൾ അതിൽ അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും താഴെത്തട്ടിൽ നന്നായി ബൂത്ത് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തി പോരായ്മകൾ പരിഹരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പര്യടനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് ഈ പ്രചാരണത്തെ നേരിടുന്ന അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതി കണ്ടു. ശരിക്കും അതിനോടൊക്കെ ഉള്ളൊരു നിലപാട് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കത് ഗുണം ചെയ്യും. പ്രധാനമന്ത്രിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് ഇനിയിപ്പോൾ ഞാൻ പറയില്ല, ജനം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഏതൊക്കെയോ ഗവർണർമാരൊക്കെ തമ്പടിച്ച് ഇവിടെ ഏതൊക്കെയോ സാമുദായിക നേതാക്കന്മാരെയൊക്കെ കണ്ട് വോട്ടുറപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു 2 ദിവസം അദ്ദേഹം കൊച്ചിയെ ഞങ്ങൾ എല്ലായിടത്തെ ആളുകൾ ഞങ്ങൾ സ്വീകരിക്കും. കൊച്ചിയിൽ നല്ല കായലും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അദ്ദേഹം തിരിച്ചു പോട്ടെ. എന്തായാലും തികഞ്ഞ വിജയപ്രദേശത്ത് തന്നെയാണ് എല്ലാ ആശംസകളും നേരുകയാണ്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.